യുവജനങ്ങൾക്ക് പണ്ടും യൂത്ത് ഫണ്ടിൻ്റെ KSCയുടെ ഒക്കെ പ്രസിഡന്റുമാർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് മത്സരിക്കാൻ. താങ്കളും അങ്ങനെ വന്നതാണ്. ഇപ്രാവശ്യവും അങ്ങനെ യുവജന സംഘടനകൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ സാധ്യതയുണ്ടോ? പാർട്ടി ആലോചിക്കും. അത് ചെയർമാനും കൂടെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് എക്കാലത്തും അദ്ദേഹം ഇരുന്നപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും. അത് ഒരു സ്വതന്ത്രമായ അഭിപ്രായം ഈ ഘട്ടത്തിൽ ഞാൻ ആ നിലയിൽ പറഞ്ഞാൽ ഇനി അതൊരു വിവാദമാകുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതെല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി ചെയർമാന്റെ തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രിവിലേജ് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ആ ഒരു ആലോചനാ സന്ദർഭത്തിൽ ഇന്റേണൽ ആയിട്ടുള്ള അസസ്മെന്റ്സ് മാത്രമേ ഇനി ഞാൻ അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3 ജാഥ നടത്തിയതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വിജയകരമായ ഒരു ജാഥയായിരുന്നു മധ്യമേഖലാ ജാഥ, ചെയർമാൻ ജോസ് കെ മാണി നയിച്ച ജാഥ. അത് പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്ന ഒരു അംഗീകാരം കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ സവിശേഷതയാർന്ന ഒന്നായിരുന്നു. സഖാവ് ഗോവിന്ദ മാസ്റ്ററുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ ബഹുമാനായ ശ്രീ വിനയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ, ഒപ്പം കേരള കോൺഗ്രസ് ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആ മേഖലാ ജാഥകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തിരുവല്ല അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയും കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾ കേരള കോൺഗ്രസിന്റെ വേറോട്ടമുള്ള ജില്ലകൾ എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ ജാഥ നയിക്കാൻ കേരള കോൺഗ്രസിനെ പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കണ്ടത്. അതിന് വിഭാഗീയതയോ കക്ഷിയോ രാഷ്ട്രീയമോ ചിന്തകൾക്കോ അപ്പുറത്തോട്ടുള്ള ഒരു ജനക്കൂട്ടമാണ് കാണാൻ കഴിയുന്നത്. അതൊരു അംഗീകാരത്തിൻ്റെയും കൂടി മുഖമുദ്രയാണ്. തീർച്ചയായിട്ടും അത് വലിയ വിജയമായിരുന്നു. ഓരോ ദിവസം ചെല്ലും തോറും ആൾക്കാരുടെ എണ്ണത്തിലും സ്വീകരണ യോഗത്തിലും എല്ലാം പ്രൗഢി വർദ്ധിച്ചു വന്നു എന്നുള്ളത് ഈ പറഞ്ഞ 10-12 കേന്ദ്രങ്ങൾ നേരിട്ട് പോയി കാണാൻ ഇടയായ ആളാണ്. അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. കേരള പൊതുസമൂഹത്തിലും കേരള രാഷ്ട്രീയത്തിലും കേരള കോൺഗ്രസിനെ കൊടുക്കുന്നൊരു അംഗീകാരമാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയ വലിയൊരു അംഗീകാരമാണ്. അത് തീർച്ചയായിട്ടും ഒരിക്കലും മാറ്റി നിർത്താമെന്നാണ് എനിക്ക് തോന്നിയില്ല. UDF നിന്നപ്പോൾ ഇതുപോലെയുള്ള ഒരു അംഗീകാരം, അങ്ങനെ ഒരു സ്ഥിതി UDFന്റെ മേഖലാ ജാഥകൾ ഇല്ലല്ലോ. അവിടെ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം തന്നെ ഇല്ലല്ലോ. ഇടയ്ക്കൊരു സംസാരം ഉണ്ടായിരുന്നു. ഇപ്പം ഏകദേശമൊക്കെ അത് കെട്ടടങ്ങിയിരിക്കുകയാണ് തോന്നുന്നത്. മുന്നണി മാറും, ആ മുന്നണി മാറും, ജോസ് കെ മാണിയും കൂട്ടരും UDFൽ പോകും, താങ്കൾ ഉൾപ്പെടെയുള്ളവര് പാർട്ടി പിള്ളേരും താങ്കൾ ഉൾപ്പെടെയുള്ള വിഭാഗം LDF നിൽക്കും, പിണറായി വിജയനാണ് അതിന് താങ്കളെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ളൊരു ചാനൽ ചർച്ചകൾ. അതിന്റെ ഏറ്റവും ഒരു യഥാർത്ഥ ചിത്രം പാർട്ടി ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം മതിയല്ലോ. ഞങ്ങളെ സംരക്ഷിച്ച ആ മുന്നണിയോടൊപ്പം ഞങ്ങളെ ചേർത്ത് പിടിച്ച സഖാവ് പിണറായി വിജയനോടൊപ്പം ഈ പാർട്ടി നിലകൊള്ളുമെന്ന് പാർട്ടി ചെയർമാൻ തന്നെയാണല്ലോ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനകത്ത് പറയാനുണ്ടായ സാഹചര്യം ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സാഹചര്യത്തെ കുറിച്ചിട്ടായിരിക്കും. മുന്നണിയിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടതല്ലേ, ഒഴിവായതല്ലല്ലോ. ആ ഘട്ടത്തിൽ ഈ പാർട്ടിയെ നിലനിർത്താൻ സഹായകമായ ഒരു സ്ഥിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ അംഗീകാരം കേരളത്തിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്തി. കേരള കോൺഗ്രസിന്റെയും മാണിസാറിന്റെയും ശക്തിയും പ്രചോദനവും ഒരു തുടർ ഗവൺമെന്റിനെ വഴി തെളിക്കാൻ ചെറിയ തോതിലെങ്കിലും സഹായകമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾക്കൊന്നൊരു ചർച്ച ഉദയം ചെയ്യാത്ത വിഷയത്തിൽ എന്താ മറുപടി പറയാൻ പറ്റുക? അത് ചെയർമാൻ തന്നെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കി. ഞാൻ തന്നെ പലതവണ ഇക്കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ഇക്കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും പരസ്പരം ആലോചിച്ച് പറഞ്ഞിട്ടുള്ളൂ എന്ന വിവരം ഞാനും അദ്ദേഹവും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളിലേക്കൊന്നും ഒരു ആശങ്കകളൊന്നും വേണ്ട. 2010 PJ ജോസഫിന്റെ വിഭാഗം മാണി ഗ്രൂപ്പിലേക്ക് ലയിച്ചു. എന്നാൽ ലയിക്കാനുള്ള സാഹചര്യം അത് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? 2010 PJ ജോസഫും അതെ, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ആ ഘട്ടത്തില് എത്ര സ്നേഹത്തോടു കൂടിയാണ് മാണി സാർ സ്വീകരിച്ചത്, അതാണല്ലോ ചിന്തിക്കേണ്ടത്. ആ ഘട്ടത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ഞാൻ പറയുമല്ല, സ്വീകരിക്കുക മാത്രമാണോ, എത്രയോ നല്ല നിലയിലാണ് അക്കോമഡേറ്റ് ചെയ്തത്. ഒരാൾക്ക് പോലും അദ്ദേഹത്തിന്റെ മേൽ കുതിര കയറാൻ മാണി സാർ അവസരം കൊടുത്തില്ല. കൃത്യമായി പ്രൊട്ടക്ട് ചെയ്തു എല്ലാ തലത്തിലും. ആരും അത് നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അതായിരുന്നു മാണി സാറിന്റെ ശൈലിയും കേരള കോൺഗ്രസ് രാഷ്ട്രീയവും. ഒരു ഘട്ടത്തിൽ മാണി സാറിനെ ഇവരെല്ലാം തേച്ച്, അതായത് ചവിട്ടി താഴ്ത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായില്ലേ വാർക്കോഴ കേസ് വന്നപ്പോഴൊക്കെ? അല്ല, അത് സാറ് തന്നെ എത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്, വിഷമതകൾ അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ സദ്ഗുണവും ആത്മാർത്ഥതയും ആണല്ലോ ഈ പാർട്ടി ഇന്നും അസ്തമിച്ചു പോകാൻ നിലനിൽക്കാൻ ഒരു പക്ഷേ കേരള പൊതുസമൂഹത്തിൽ സാധിക്കുന്നത്. അത് അംഗീകരിക്കുന്ന ഒരു വിഭാഗം ജനത്തിന്റെ പ്രാർത്ഥന ഇതിനകത്തുണ്ട്. ഒരു വലിയ വിശ്വസ്തതയുടെയും ആത്മാർത്ഥതയുടെയും പ്രതിഫലനം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് മാണി സാറിന്റെ രൂപവും ഭാവവും മറന്നുപോകാത്തൊരു സമൂഹം കേരളത്തിൽ നിന്നും നിലനിൽക്കണം. അതിനാവശ്യം എന്താ? പാർട്ടി നിലനിൽക്കണം. അതുകൊണ്ടാണ് എല്ലാ വർഷവും തിരുനക്കരയിൽ ഞങ്ങൾ സ്മൃതി സംഗമം നടത്തുന്നത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും നാളെ വരെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും. ഞാനായിരുന്നു നേതൃത്വം കൊടുക്കുന്നത്, പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയത്. അന്നേ ദിവസം കോട്ടയത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തും അനുസ്മരണമില്ല. ഏത് ദിക്കിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ഒരു തുണ്ട് പൂവിട്ട് പോവാം. പ്രസംഗങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയോ ഒന്നുമില്ല. ആ നിലയിൽ ആ ഒരു നേതാവിന്റെ ആത്മീയ ചിന്തകളെ കൊണ്ട് ഉണർത്താൻ കഴിയത്തക്ക വിധത്തിൽ ഈ പാർട്ടിയുടെ ആത്മാവിനെ വർഷം തോറും നിലനിർത്തികൾ കൊണ്ടുവരില്ലേ. അതുകൊണ്ട് ഇതിനെ പരാജയം ഉണ്ടാവില്ല. ഈ പാർട്ടി അതിന്റെ എല്ലാ തലത്തിലും ആ സംരക്ഷണ കവചത്തിനകത്തായിരിക്കും. അതിന് വിശ്വാസദീപ്തമായി കെ മാണി സാർ ഉണ്ടാവും. ആ ശ്രദ്ധയിലും ചിന്തയിലുമാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സഭകളുടെ സമ്മർദ്ദം പാർട്ടി പല തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്തും ഉണ്ടാകാറുണ്ടോ? സമയം ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറോ പറയാറോ ഇല്ല. അഭിനന്ദരായ പിതാക്കന്മാര് പലപ്പോഴും സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്, ക്ഷേമം അന്വേഷിക്കാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും ശരി, ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഒരു പിതാക്കന്മാരും സമ്മർദ്ദം ചെലുത്തിയതായിട്ട് നാളെ ദൂരമുള്ള എൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ കത്തോലിക്ക സഭാ വിശ്വാസികളിൽ ഒരിക്കലും ഒരു ധ്രുവീകരണം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു പ്രസക്തമായ കാര്യമൊന്നുമല്ല. പിന്നെ അതൊക്കെ സംസാരിക്കും. പിതാക്കന്മാരോട് ഞങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ, പിതാക്കന്മാരുടെ ആശയങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ട് എന്നുള്ളതല്ലാതെ പാർട്ടിയുടെ തീരുമാനം എടുക്കുന്ന കാര്യത്തിലോ പാർട്ടി ഇതുപോലെ ആയിരിക്കണോ എന്നുള്ള നിലയിലൊന്നും ഒരു പിതാക്കന്മാരും ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് തെറ്റിദ്ധാരണജനകമായ വാർത്തയാണ്. പിതാക്കന്മാരെ ആ നിലയിൽ ഒരിക്കലും വലിച്ചഴക്കാൻ പാടില്ല. ആത്മീയ ശുശ്രൂഷയും അതോടൊപ്പം മറ്റെല്ലാ കാര്യങ്ങളിലും ഏറെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അവരുടെ ചിന്തകളെയോ രീതികളെയോ പ്രവൃത്തികളെയോ ഇത്തരത്തിലുള്ള വേദികളെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പോലും പാടില്ലെന്ന അഭിപ്രായക്കാരനാണ്. അതിന്നും വിശുദ്ധമാണ്. അവരുടെ ആലോചനകൾക്കും അവരെ കാണുന്നതും ചിന്തിക്കുന്നതും അനുഗ്രഹം മേടിക്കുന്നതും ഒക്കെ വലിയ ഒരു സദ്ഗുണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ഇതിനകത്തൊന്നും യാതൊരു പ്രസക്തി ആ കാര്യത്തിലില്ല. UDF ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് PJ ജോസഫ്. ആ ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റ് മത്സരിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്രാവശ്യം അവരിൽ നിന്നൊക്കെ പല സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. അതിനുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ അതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് മുന്നണി വിടണം എന്നുള്ള ഒരു ആലോചന ഉണ്ടായാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുന്നതിനെ എതിർക്കുമോ? അല്ല, അത്തരമൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷനാണല്ലോ. അതോ മുന്നണി രാഷ്ട്രീയത്തിൽ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണല്ലോ. കേരള കോൺഗ്രസിന്റെ മാത്രം രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് അപ്പുറമാണല്ലോ തീരുമാനം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തരത്തിലെടുക്കുന്ന തീരുമാനങ്ങളോടാണല്ലോ കേരള കോൺഗ്രസ് അഭിപ്രായം പറയേണ്ടത്. ആ അഭിപ്രായം പറയേണ്ടതും പാർട്ടി ചെയർമാനാണ്. കേരള കോൺഗ്രസുകളെല്ലാം കൂടെ ഒരുമിക്കാൻ വല്ല സാധ്യതയുണ്ടോ? പണ്ട് പലതവണ ഒരുമിച്ചു, പലതവണ വിഘടിച്ചു. ഇനി അതുപോലെ എല്ലാ കേരള കോൺഗ്രസും കൂടെ ഒരുമിക്കാൻ വല്ല സാധ്യതയുണ്ടോ? അതിനുള്ള സാധ്യതകളും ചിന്തകളും ഒക്കെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ രൂപപ്പെടുമ്പോൾ മാത്രമല്ലേ ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ വരികയും പോവുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിൽ രൂപപ്പെടാവുന്ന ഒന്നല്ലല്ലോ. കേരള കോൺഗ്രസുകൾ എവിടെയാണെങ്കിലും അതിന് ഏകീകൃതമായ ഒരു സ്വഭാവഗുണം കാണും. അതിനകത്ത് വ്യത്യാസമുണ്ടെന്ന് എനിക്ക് ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ ആധാരമാക്കി ചിന്തിക്കുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അതിൻ്റേതായിട്ടുള്ള തന്മയത്വം ഉണ്ടാവും. ജോസ് കെ മാണിക്ക് ആ കാര്യങ്ങളിൽ നിലപാടെടുക്കാൻ, തീരുമാനമെടുക്കാൻ ഉള്ള പ്രാപ്തിയും ക്ഷേമുഷിയും കഴിവുമെല്ലാം ഉണ്ട്. അത് പാർട്ടി ചെയർമാനാത്ത ഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ ഞങ്ങളുമായി കൂടി ആലോചിച്ചാൽ അന്നേരം അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തമാക്കും. ഈ ജാഥ കഴിഞ്ഞതോടുകൂടി അദ്ദേഹം ഒരു സംസ്ഥാന നേതാവായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണി എന്നതൊഴിച്ച് ഇപ്പം ഒരു സംസ്ഥാന നേതാവായി സംസ്ഥാനത്തെ ഒരു എണ്ണം പറഞ്ഞ
നേതാക്കന്മാരിൽ ഒരാളായി അദ്ദേഹം അത് ഉയർന്നു. വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു മുന്നണി 3 ജാഥകൾ നയിക്കുമ്പോൾ അതിലൊരു ജാഥയുടെ ക്യാപ്റ്റനായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ വരുന്നു എന്നുള്ളത് കേരള പൊതുസമൂഹത്തിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലും കേരള കോൺഗ്രസിന് കിട്ടിയ വലിയ അംഗീകാരമാണ്. അതിനുള്ള അർഹതയും പ്രവർത്തനവും രീതിയും ചിന്തകളും ജോസ് കെ മാണിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ മധ്യമേഖലാ ജാതിയിലൂടെ തെളിയിക്കപ്പെടാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങേക്ക് എങ്ങനെ തോന്നുന്നു കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ? ഈ കഴിഞ്ഞ 5 വർഷം മാത്രമല്ല, കഴിഞ്ഞ തുടർന്ന 10 വർഷക്കാലം എടുത്താൽ അഭിപ്രായങ്ങൾ ആര് പറയുമ്പോഴും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ടു, സാധാരണക്കാരായ ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നതിൽ ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള സ്വീകാര്യത, ഇപ്പൊ കോവിഡിന്റെ കാലഘട്ടം പട്ടിണി ഇല്ലാത്ത ഒരു കേരളത്തെ രൂപപ്പെടുത്താൻ പറ്റി. ഒരു തൊഴിലാളിയുടെ വീട്ടിൽ പോലും അന്തിക്കാൻ്റെ അടുപ്പിലെ തീ അണിയാതെ സൂക്ഷിച്ചു. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇട കൊടുക്കാനായിട്ട് കഴിഞ്ഞു. വിദ്യാഭ്യാസ പുരോഗതി എല്ലാ മേഖലയിലും ഇന്ത്യ രാജ്യത്ത് തന്നെ അതിന്റെ യശസ് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലെ സൂചിക 1ാം സ്ഥാനത്ത് നിർത്താൻ കേരളത്തിന് കഴിയുന്നു. പ്രീ ഡിഗ്രി വരെ ഉണ്ടായിരുന്ന സൗജന്യ വിദ്യാഭ്യാസത്തെ ഡിഗ്രി തലം വരെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് വലിയ പ്രയോജനവും ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം വ്യാവസായിക മേഖലയിൽ ഉണ്ടായ വലിയ മാറ്റം, വ്യവസായിക സൗഹൃദ സംസ്ഥാനമല്ലെന്നുള്ള പേരുദോഷം മാറിയെന്ന് മാത്രമല്ല, ആഗോളതലത്തിലുള്ള വ്യവസായികൾ കേരളത്തിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇവിടെ വ്യവസായ സംരംഭക വർഷത്തിന്റെ പേരിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ 1.5 ലക്ഷത്തോളം സംരംഭകർ സ്ത്രീ സംരംഭകരായി മാറി എന്നുള്ള പുതിയ കാഴ്ചപ്പാട് കാണാൻ കഴിയും. ഏതാണ്ട് 8 ലക്ഷത്തോളം ആൾക്കാർക്ക് തൊഴിൽ ലഭിച്ചു. 28,000 കോടി രൂപയിലേറെ നിക്ഷേപം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. എത്രയോ ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങളുമായി തിരിച്ചു വരാനായിട്ട് സാധിക്കുന്ന നിലയിലുള്ള വിദേശ സാന്നിധ്യം കേരളത്തിലേക്ക് വരുന്നൊരു സ്ഥിതിവിശേഷം കേരളം കാണുമ്പോൾ, വിഴിഞ്ഞമ്പോൾ അന്താരാഷ്ട്ര തുറമുഖം അതിന് 2ാം ഘട്ടം തുടക്കം കുറിക്കുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ മുമ്പിൽ തീരാൻ കഴിയത്തക്ക വിധത്തിൽ അതിന് ആലോചനകളുമായി മുന്നോട്ട് പോകുന്നു. നാഷണൽ മുടങ്ങിക്കിടന്നിരുന്നു, മടങ്ങിപ്പോയതല്ലേ. പോയി തിരിച്ചു വിളിച്ചുകൊണ്ടുവന്ന് 25% ലാൻഡ് എടുക്കുന്നതിന് വേണ്ടി വരുന്ന 6,000 കോടി രൂപയോളം ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് ആ നിലയിൽ സ്വീകാര്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? മലയോര ഹൈവേ, തീരദേശ ഹൈവേ, നമ്മുടെ ആശുപത്രികളുടെ സ്റ്റാറ്റസ് വർദ്ധിച്ചു. മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി തൊട്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ വരെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതി, ഹയർ എഡ്യൂക്കേഷൻ രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെയല്ലേ പൊതുസമൂഹത്തിന് മുമ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ക്ഷേമ പെൻഷനുകൾ ആലങ്കാരികമല്ല, അത് ഓരോ വ്യക്തിയെയും എത്ര സ്വാധീനിക്കുന്നു എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. 2,000 രൂപ വരെ ഒരു വ്യക്തിക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുക. ഒരു കുടുംബത്തിൽ 2 പേരുണ്ട്, 4,000 രൂപ. 1980-ൽ സഖാവ് നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് 45 രൂപ അതിന് ക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളിക്ക് കൊടുക്കാൻ സാധിച്ച മാണി സാറിന്റെ പ്രഖ്യാപനം വന്ന് ഇന്ന് 2,000 രൂപയിൽ എത്തി നിൽക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റിന് മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുക. ഇത് മാത്രമാണ്. തൊഴിലാഗ്രഹിച്ച് നിൽക്കുന്ന സാധാരണക്കാരായ കുട്ടികൾ, സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ 1000 രൂപ സ്റ്റൈഫൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ അവിവാഹിതരായ സ്ത്രീകൾ, സിസ്റ്റേഴ്സ്, അവർക്കും ഒരു താൽക്കാലിക ആശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിച്ച സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ? അങ്ങനെ ഏത് മേഖലയെടുത്ത് ഓട്ടോറിക്ഷക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ കൊണ്ടിടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം വലിയ ബൃഹത്തായ ഒരു തീരുമാനമല്ലേ? അങ്ങനെ മലയോര മേഖലയാണെങ്കിൽ പട്ടയത്തിന്റെ പ്രശ്നങ്ങൾ കഴിയുന്നത്ര പരിഹരിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമല്ലേ? ഈ നിലയിലെല്ലാം വലിയ മാറ്റങ്ങൾക്ക് നിദാനമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ കാണുന്നത്. അത് തീരദേശം എടുത്താലും മലയോരം എടുത്താലും ടൗൺഷിപ്പ് എടുത്താലും. ഇപ്പൊ നഗരം, കേരളം ഒരു നഗരമാകുന്നു. അതാണല്ലോ പുതിയൊരു സ്ഥിതി. മറ്റ് സ്റ്റേറ്റ് പോലെയല്ലല്ലോ കേരളം. അതിന് വികസനാത്മക കാഴ്ചപ്പാട് കൊണ്ടിടുന്നു. ആ നിലയിൽ കേരളം എത്രയോ പെട്ടെന്നാണ് വളർന്നു ഉയരുന്നത്. നമ്മുടെ കുട്ടികളും അതിനൊത്തു വളർന്ന് വിദേശത്തും സ്വദേശത്തും ഒക്കെ അഭ്യസ്തരായി മാറി ജോലിയെടുക്കുകയും പുതിയ വ്യവസായം തുടങ്ങിയൊക്കെ ചെയ്യുന്ന കാഴ്ചപ്പാടുകൾ ഇന്ന് എല്ലാ മേഖലയിലും കാണാൻ തുടങ്ങി എന്നുള്ളതൊക്കെ നമ്മുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സന്തുഷ്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുന്നില്ലെന്നാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഒരു തുടർ ഗവൺമെന്റിന്റെ മുഖച്ഛായ ഇന്ന് കേരളത്തിലെ ജനം കൊടുത്തു കഴിഞ്ഞു. പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുക, അലോഹ്യമില്ലാതെ, വർഗീയ കലാപം ഉണ്ടാകാതെ,
അതല്ലേ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. മതേതര സങ്കല്പങ്ങൾക്ക് വീഴ്ച വരുത്താനുള്ള അവസരങ്ങളെ എവിടെയാണോ അവിടെ പിടിച്ചു. വർഗീയ സംഘർഷങ്ങൾക്ക് ഇടകൊടുക്കുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, അതിന് ഇടം കൊടുക്കാൻ കേരളത്തിന് സ്ഥലമില്ല എന്ന് കാണിച്ചു കൊടുത്തു. അത് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. സാഹോദര്യത്തോടെയും മനസ്വാദനത്തോടെയും മതേതര കാഴ്ചപ്പാടുകളെ ഉയർത്തിപ്പിടിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് വരുന്ന സ്ഥിതി മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയാകുന്നു എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ കാഴ്ചപ്പാടുകളെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ കേരളത്തിന്റെ പൊതുസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സാധാരണക്കാർക്കിടയിൽ പ്രതിഫലിക്കും. അവരാണ് ഇതിന്റെ യഥാർത്ഥ വിജയശില്പികൾ ആരെന്ന് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ആ ഒരു നിലയിലേക്കായിരിക്കും തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ വീക്ഷിക്കുന്നത്.